എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ പൗർണമി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും ഒരു വെളുത്ത വാവല്ല ഇത്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ ദിനത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിലേക്ക്, അതായത് നമ്മുടെ വീടുകളിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറാനും ഐശ്വര്യം വരാനും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. ഇതാ അത്തരത്തിലൊരു മഹാഭാഗ്യം നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ വൈശാഖ മാസത്തിലെ പൗർണമി 2026 മെയ് 1 വെള്ളിയാഴ്ച ആഗതമാവുകയാണ്. വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുന്ന ഈ ദിനം സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിധി കുംഭവുമായി ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ്. അതായത് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ദിവസമാണ്. നാളെ രാത്രി മാനത്ത് ഉദിച്ചു നിൽക്കുന്നത് വെറുമൊരു ചന്ദ്രനല്ല, അത് ഭഗവതിയുടെ ചൈതന്യമാണെന്നാണ് സങ്കല്പം. നിങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകൾ തീരാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനുമുള്ള ഒരു സുവർണ അവസരമാണ് ഈ വൈശാഖ പൗർണമി എന്ന് പറയുന്നത്. ശ്രീബുദ്ധൻ ജനിച്ചതും ജ്ഞാനോദയം ലഭിച്ചതും സമാധിയായതും ഇതേ ദിനത്തിലാണ്. മഹാവിഷ്ണു തന്റെ കൂറും അവതാരം കൈക്കൊണ്ടതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് വൈശാഖ പൗർണമി ഇത്രയേറെ സവിശേഷമാവുന്നത്? ഈ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്? ഈ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ മരണം പോലും മാറ്റിവെക്കപ്പെടുമെന്ന് പുരാണങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അറിവുകളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ഹിന്ദു കലണ്ടറിലെ 2ാമത്തെ മാസമാണ് വൈശാഖ മാസം. ഇതിനെ മാധവ മാസം എന്നും വിളിക്കുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 15ാം ദിവസമാണ് വൈശാഖ പൗർണമി. വിശാഖം നക്ഷത്രവും പൗർണമി തിഥിയും ഒത്തുചേരുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. വൈശാഖി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുണ്യം എന്നാണ്. വൈശാഖ മാസത്തിലെ വെളുത്ത ദ്വാദശി, അക്ഷയ തൃതീയ, പൗർണമി എന്നീ 3 ദിവസങ്ങളിൽ വ്രതമെടുത്താൽ ഈ വൈശാഖ മാസം മുഴുവൻ വ്രതമെടുത്ത ഫലം ലഭിക്കുമെന്നാണ് ശാസ്ത്രം. ഇനി ഈ അതിവിശിഷ്ടമായ വൈശാഖ പൗർണമി ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ഈ വർഷത്തെ പൗർണമി തിഥിയുടെ സമയക്രമം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. പൗർണമി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 30 വ്യാഴാഴ്ച രാത്രി 9:12 ഇത് അവസാനിക്കുന്നത് മെയ് 1 വെള്ളിയാഴ്ച രാത്രി 10:52 ഉദയതിഥി അനുസരിച്ച് മെയ് 1 വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത്. ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ബുദ്ധ പൗർണമി, ശ്രീബുദ്ധന്റെ ജനനവും ജ്ഞാനോദയവും സമാധിയും നടന്ന ദിനം കൂടിയാണിത്. കൂടാതെ മഹാവിഷ്ണു ലോകത്തെ താങ്ങി നിർത്താൻ കൂർമാവതാരം കൈക്കൊണ്ട പുണ്യദിനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വൈശാഖ പൗർണമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ഇരട്ടി ഫലം ചേർത്താണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരുന്നത്, ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദ്രദർശനത്തെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണേ കേട്ടോ. മെയ് 1 രാത്രി 7:15 മുതൽ രാത്രി 10:50 വരെയുള്ള സമയമാണ് ചന്ദ്രദർശനത്തിന് ഏറ്റവും ഉത്തമം. 10:52 പൗർണമി തിഥി കഴിയുന്നത് കൊണ്ട് 10:50 മുൻപായി ഇത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു താലം എടുക്കുക, അതായത് ഒരു പ്ലേറ്റ് എടുക്കുക. അതിൽ പച്ചരി നിറയ്ക്കുക കേട്ടോ. പച്ചരി ഇല്ലാത്തവർ മാത്രം ചാക്കരി ഉപയോഗിക്കാം. അരിയുടെ ഒരു വശത്തായിട്ട് ഒരു കഷ്ണം മഞ്ഞളും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും മതി, കുറച്ച് നാണയങ്ങളും വെക്കുക. വീടിന്റെ മുറ്റത്തോ ടെറസിലോ നിന്ന് മറകളില്ലാതെ ചന്ദ്രനെ നോക്കി ഈ താലം ഉയർത്തിപ്പിടിച്ച് 3 തവണ ഒന്ന് ഒഴിയുക കേട്ടോ. ആ സമയം നമ്മൾ ഈ മന്ത്രം ജപിക്കണം. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യ സമൃദ്ധിയും ദേഹി ദേഹി നമ. ഇതിനുശേഷം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒരു സുഹൃത്തിനോടെന്ന പോലെ ഭഗവതിയോട് തുറന്നു പറയുക. കഴിഞ്ഞ വർഷം ഈ ഒരു കാര്യം ചെയ്ത പലർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായ അനുഭവം നമ്മൾക്ക് മുന്നിലുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, സാക്ഷാൽ നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു, സാക്ഷാൽ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ സൗന്ദര്യത്തിന്റെ ദേവിയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനാവുന്ന ഈ ഒരു പരിപാവനമായ പൗർണമി നാളിൽ ഭക്തിപൂർവ്വം നിങ്ങൾ നോൽക്കുന്ന ഈ പൗർണമി വ്രതം നിങ്ങളെ അത്രയും അനുഗ്രഹീതരാക്കി സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സകലവിധ ബുദ്ധിമുട്ടുകളും ഉറപ്പായും ഭഗവാനും ദേവിയും ചേർന്ന് മാറ്റിത്തരും എന്നുള്ള കാര്യം ദൃഢനിശ്ചയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഭക്തിയോട് നമ്മൾ ഈ പൗർണമി ദിനത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ തന്നെ വീടുകളിൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾക്ക് അനുഭവവേദ്യമാവുന്നതുമാണ്.
വൈശാഖ മാസത്തിലെ പൗർണമി വ്രതം നമുക്ക് സന്തോഷവും ആരോഗ്യവും, ഏർപ്പെടുന്ന സകല കാര്യങ്ങളിൽ വിജയവും, ശത്രുനാശവും, കടബാധ്യതകളിൽ നിന്ന് മോചനവും, വിവാഹ തടസ്സങ്ങൾ, വിദ്യാ തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പൂർണ്ണ മോചനവും നൽകുന്നതാണ്. ഇത് മാത്രമല്ല, ഈ വൈശാഖ പൗർണമി ദിവസം നമ്മൾ വ്രതം നോറ്റാൽ മരണം പോലും മാറ്റിവെക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രമാത്രം പുണ്യമാണ് ഈ ഒരൊറ്റ വൈശാഖ പൗർണമി വ്രതം നോറ്റാൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഈ ദിവസം യമരാജന്റെ സഹചാരിയായ ചിത്രഗുപ്തനോട് പ്രാർത്ഥിക്കുന്നത് അകാല മരണത്തിന് കാരണമാകുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് പറയപ്പെടുന്നത്. ആദി പരാശക്തിയായ ദേവിയെ ലളിതാ ത്രിപുര സുന്ദരി ഭാവത്തിലാണ് നമ്മൾ പൗർണമി ദിനം ഭജിക്കേണ്ടത്. ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധി, സമാധാനം എന്നിവയും നിറയും. മാതൃസ്വരൂപിണിയായ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് പൗർണമി വ്രതാചരണം എന്നും വിശ്വാസമുണ്ട്. മാതൃസ്വരൂപിണിയായ ദേവിയെ ഭജിക്കാൻ ഏറ്റവും നല്ല മാർഗം ലളിതാ സഹസ്രനാമ ജപം ആണ്. സാധിക്കില്ലാച്ചാല്, അതായത് നമുക്ക് ജപിക്കാൻ സാധിക്കില്ലാച്ചാല് ശ്രവിക്കുകയെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ വൈശാഖ പൗർണമി ദിവസം. ഇനി വ്രതം എടുക്കേണ്ട പൂർണ്ണ രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. നാളെ വ്രതം എടുക്കുന്നവർ സൂര്യോദയത്തിന് മുൻപേ, അതായത് ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് കുളിക്കണം. ഈ സമയം ജലത്തിൽ ഗംഗാ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം. വിവാഹിതരായ സ്ത്രീകള് തങ്ങളുടെ കുങ്കുമച്ചെപ്പ് ദേവീ ചിത്രത്തിന് മുന്നിലോ നിലവിളക്കിന് മുന്നിലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയേട്ടോ. ഭഗവാന് പാനകമോ, അതായത് ശർക്കര വെള്ളമോ പാലോ അവലോ നിവേദ്യമായിട്ട് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം, അതായത് മെയ് 1 വെള്ളിയാഴ്ച ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തി ഗായത്രി മന്ത്രം, ദേവീ സ്തുതികളൊക്കെ നമ്മൾക്ക് ജപിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയാത്തവർക്ക് അന്നേ ദിവസം ഒരിക്കൽ എടുക്കാവുന്നതാണ് കേട്ടോ. ചില ഭക്തജനങ്ങൾ രാവിലെയോ ഉച്ചയ്ക്കോ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതിൽ തന്നെ ചിലർ ആഹാരത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കില്ല കേട്ടോ. അതുപോലെ പയറു വർഗ്ഗങ്ങളും ഈ പൗർണമി ദിനത്തിൽ ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനെ കഠിനമായി ഈ പൗർണമി വ്രതം നോൽക്കുന്നവരുണ്ട്. വ്രതത്തിന്റെ ആഹാര ചിട്ടകളെല്ലാം ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് വേണം കേട്ടോ അമ്മമാരൊക്കെ ചിട്ടപ്പെടുത്താനായിട്ട്. അന്നേ ദിവസമുള്ള ഭജനമാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഒരിക്കൽ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതായത് പൂർണ്ണമായ ഉപവാസം എടുക്കാൻ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൗർണമി ദിവസം ഒരിക്കൽ എടുക്കാവുന്നതാണ്. അതായത് ഒരു നേരം അരി ആഹാരം കഴിക്കാവുന്നതാണ്. രാത്രി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ദേവി നാമങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുക കേട്ടോ. വൈകുന്നേരം 6:15 മുതൽ 7 വരെയുള്ള സമയം വീട് ഒരിക്കലും അന്ധകാരത്തിൽ ഇടരുത്. നിലവിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മിയെ ഒരു സമയത്ത് നമ്മൾ വരവേൽക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 6:15 മുതൽ 7 വരെയുള്ള സമയം ഒരിക്കലും വീട് നമ്മൾ അന്ധകാരത്തിൽ ഇടാൻ പാടില്ല. മഹാവിഷ്ണുവിന് നെയ്, പഞ്ചസാര, എള്ള് എന്നിവ കൊണ്ട് പൂജിക്കുക. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം ഏതെങ്കിലും സമർപ്പിക്കുക കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം 108 തവണ ചൊല്ലുക. സത്യനാരായണ വ്രതം അനുഷ്ഠിച്ച് ഉപവസിച്ചാൽ കുടുംബത്തില് സർവ്വ ഐശ്വര്യവും ഭാഗ്യവും കൈവരുന്നതാണ്. ഇനി വൈശാഖ പൗർണമി ദിനത്തിൽ ഗീതാ പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുതരുന്നതാണ്. ഇതിലൂടെ ഭഗവാൻ വിഷ്ണു പെട്ടെന്ന് പ്രസാദിക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും നമ്മൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ദീർഘമാംഗല്യത്തിന് അന്നേ ദിവസം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കേട്ടോ. സർവ്വ ഐശ്വര്യമാണ് ഫലം. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ. ഈ അതിവിശിഷ്ട ദിവസം മംഗല്യവതികളായ സ്ത്രീകൾ ദേവീ സ്മരണയോടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തണം. അന്നേ ദിവസം ദേവീക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാവിധ വഴിപാടുകളെ ചെയ്യാവുന്നതാണ്. പൗർണമി ദിവസം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം വിശിഷ്ടമാണ്. ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തുന്നത് കുടുംബം ഐശ്വര്യത്താൽ നിറയാൻ സഹായിക്കും. വാഹനത്തിന്റെയോ വീടിന്റെയോ താക്കോലുകള്, പുതിയ സിന്ദൂര ചെപ്പ് എന്നിവ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പൂജിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണിത് കേട്ടോ. സന്ധ്യയ്ക്ക് ചന്ദ്രദർശനം വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. സന്ധ്യയ്ക്ക് ആകാശത്ത് പൂർണ്ണചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നത് മനഃശാന്തിക്കും ഐശ്വര്യത്തിനും വഴിതെളിയിക്കും. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ ചന്ദ്രന്റെ പ്രതിബിംബം കാണുന്നത് കുടുംബത്തിന് ഗുണകരമാണ്. മന്ത്രജപം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം, ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ദാരിദ്ര്യമുക്തിക്ക് സഹായിക്കും. വൈശാഖ പൗർണമിയിൽ ചെയ്യുന്ന ദാനങ്ങൾക്ക് കോടി പുണ്യം ലഭിക്കും. ദാഹിക്കുന്നവർക്ക് ജലം നൽകുന്നത് രാജസൂയ യാഗത്തേക്കാൾ വലിയൊരു ഫലം നൽകുമെന്നാണ് പറയുന്നത്.
പക്ഷി മൃഗാദികൾക്ക് ആഹാരം നൽകുന്നതും അഗതികൾക്ക് വസ്ത്രം നൽകുന്നതും ജീവിതത്തിലെ ദുരിതങ്ങൾ നീക്കാൻ സഹായിക്കും. എള്ളും നെയ്യും ദാനമായി നൽകുന്നത് പാപമുക്തിക്ക് വളരെയധികം നല്ലതാണ്. വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും ഈ ദിവസം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പൗർണമി ദിവസം അബദ്ധത്തിൽ പോലും തുളസി ഇല പറിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് വിഷ്ണു കോപത്തിന് പാത്രമാവും അത്രേ. അതുപോലെ നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കലഹങ്ങളൊക്കെ ഒഴിവാക്കുക. ശാന്തമായ മനസ്സോടെ മഹാവിഷ്ണുവിന്റെയും ദേവിയുടെയും നാമങ്ങളൊക്കെ നാവിലും മനസ്സിലും നിറയ്ക്കുക. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരും കടബാധ്യതകളിൽ വലയുന്നവരും ഈ വരുന്ന വൈശാഖ പൗർണമി ഭക്തിയോടെ ആചരിക്കുക കേട്ടോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുഹൃത്തായ കുചേലനോട് ദാരിദ്ര്യം മാറാൻ ഉപദേശിച്ചത് ഈ പൗർണമി വ്രതമായിരുന്നു അത്രേ. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ ആത്മീയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വൈശാഖ പൗർണമി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.